ഹലോ എവ്രി വൺ. അപ്പം ഇന്ന് നമുക്കൊരു പാൽക്കപ്പ റെസിപ്പി ട്രൈ ചെയ്യാം. ഇത് എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പിയാണ്. ഇത് ഞാൻ എങ്ങനെ വീട്ടിലുണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. കുറച്ച് വെളിച്ചെണ്ണയിലോട്ട് ചതച്ച് കൊച്ചുള്ളി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം കൂടെ വഴറ്റി അതിനകത്തോട്ട് കപ്പയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റണം. ഇതിലോട്ട് കുറച്ച് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം. ഇതിൻ്റെ മെയിൻ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചീനി ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനൊരു ടിപ്പ് ചെയ്യാമെന്ന് വെച്ചാൽ ഇത് ഞാൻ ഫോളോ ചെയ്യുന്നൊരു ടിപ്പാണ്. ഒരു ദിവസം നേരത്തെ തന്നെ ഇത് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വേവിച്ച് വെക്കുക. കട്ട് ചെയ്ത് നേരെ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫ്രഷ്നെസ് പോകും. ഇത് വേവിച്ച് ഫ്രീസറിൽ കയറ്റി വെക്കുക, അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. നെക്സ്റ്റ് ഡേ തന്നെ യൂസ് ചെയ്യാനാണെങ്കിൽ നെക്സ്റ്റ് ഡേ ഇത് ഉണ്ടാക്കാൻ നേരത്ത് ഭയങ്കര എളുപ്പമാണ്. നെക്സ്റ്റ് ടൈം ഇതെല്ലാം കൂടെ ഒരു ദിവസം ചെയ്യുന്നതിനെക്കാട്ടിലും ഈ ടിപ്പൊന്ന് ട്രൈ ചെയ്ത് നോക്കും. ഇനി കപ്പയിലോട്ട് നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ, രണ്ടാം പാലാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ രണ്ടാം പാലൊഴിച്ച് ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. ഞാനിങ്ങനെ ഒരു അളവ് കപ്പയ്ക്ക് ഞാനൊരു ചെറിയൊരു കപ്പ് എടുത്തിട്ടുണ്ട്. അതും നന്നായി മിക്സ് ചെയ്യുക. നന്നായി മിക്സായി അത് നന്നായിട്ടൊന്ന് കുറുകണം. ആ ഫ്ലേവറെല്ലാം ഒന്ന് ഒന്നിച്ചായി നന്നായിട്ടൊന്ന് കുറുകണം. നല്ലതായിട്ട് തിളച്ച് കുറുകി കഴിയുമ്പോൾ അതിലോട്ടൊരു 1/4 ടു ഹാഫ് കപ്പ്, ആക്ച്വലി 1/4 മതി, 1/4 തേങ്ങാപ്പാൽ, ഒന്നാം പാൽ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇത് പിന്നെ വേവിക്കലൊന്നുമില്ല. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഒരു തിള വന്നു കഴിയുമ്പോൾ നമ്മളിത് ഓഫ് ചെയ്ത് അടച്ചു വയ്ക്കും. ഇതാ ഒരു തിള വന്നു, അപ്പം അത് ഓഫ് ചെയ്ത് ഞാൻ അടച്ചു വെച്ചു. ഞാനിത് മീൻകറിയുടെ കൂടെ കഴിച്ചത്. ഇത് ഒറ്റയ്ക്ക് കഴിക്കാനും സൂപ്പറാണ് കേട്ടോ. എനിക്ക് മീൻകറി ഉള്ളതുകൊണ്ട് ഞാൻ മീൻകറിയുടെ കൂടെ കഴിച്ചു. അടിപൊളിയായിരുന്നു. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയണം കേട്ടോ. ബൈ.